അല്ലൂസ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഹെൽത്തി ആയിട്ടൊരു ജ്യൂസ് അടിക്കുന്ന വീഡിയോ ആണ്. അതിനുവേണ്ടി നമ്മൾ ഒരു 3-4 മണിക്കൂർ മുമ്പ് നട്ട്സുകൾ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈത്തപ്പഴം, ബദാം പരിപ്പ്, അണ്ടിപ്പരിപ്പ്. ഇന്നലെ പിസ്ത ഇട്ടായിരുന്നു, ഇന്ന് പിസ്ത ഇട്ടിട്ടില്ല. പിന്നെ 2 ഏത്തപ്പഴം. ഇത് തൊലി കറുത്തിട്ടേ ഉള്ളൂ, നല്ല ഏത്തപ്പഴമാണ്, തൊലി കറുത്തതാണ്. പിന്നെ നെയ്യിട്ട് ചൂടാക്കി തണുപ്പിച്ച പാല്. പിന്നെ ഇതിലേക്ക് നമ്മൾ ബൂസ്റ്റും പഞ്ചാരയും കൂടെ ഇടും. നമുക്ക് വീഡിയോ തുടങ്ങാം. സോറി, തെറ്റിപ്പോയി. എന്നാൽ നമുക്ക് ജ്യൂസ് അടിക്കാൻ തുടങ്ങാം. നമ്മൾ വെള്ളത്തിൽ ഇട്ടിരുന്ന നട്ട്സുകൾ മിക്സിയുടെ ഇതുപോലത്തെ ഒരു ജാറിലാണ് അടിക്കുന്നത്. ജാറിലോട്ട് ഇട്ടിട്ടുണ്ട്. ഫുള്ള് വെള്ളം ഒഴിച്ചില്ല, കുറച്ചേ ഒഴിച്ചുള്ളൂ. ഇതിന് ശേഷം നമുക്ക് പഴം കട്ട് ചെയ്തിടാം. കണ്ടോ ഗൈസ്, നല്ല പഴമാണ്, തൊലി കറുത്തതേ ഉള്ളൂ. ഇനി അത് നമുക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ കണ്ട അതിന്റെ ഇടയിൽ ബൂസ്റ്റ് കട്ട് ചെയ്യുന്നതാണ്. കുക്കുമോള ഉറങ്ങുവാണ് ഗൈസ്. അല്ലുവേ ഉള്ളൂ ബൂസ്റ്റ് കട്ട് ചെയ്യുന്നത്. ഇനി ജ്യൂസ് അടിച്ചോട്ട് വേണം കുക്കുമോള വിളിക്കാൻ. ജ്യൂസ് അടിക്കുന്നു. നമ്മള് ബനാന കട്ട് ചെയ്തിരുന്നു. അതിന്റെ ഇടയിൽ ഇംഗ്ലീഷും കൂടെ കയറി വന്നതാണ് ഗൈസ്. ഇനി നമുക്ക് പാലൊഴിച്ചു കൊടുക്കാം. പാലൊഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ബൂസ്റ്റ് ഇടാം. നല്ല ഹെൽത്തി ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസാണ് കേട്ടോ ഗൈസ്. ഇനി നമുക്ക് പഞ്ചസാര ഇടാം. തോനെ പഞ്ചസാര ഇടണ്ട, കാരണം ഈത്തപ്പഴവും ഏത്തപ്പഴവും ഒക്കെ നല്ല പഴുത്തതായോണ്ട് കുറച്ച് പഞ്ചസാര ഇട്ടാൽ മതി. ഈത്തപ്പഴം ഏത്തപ്പഴം, അതെ, നല്ല ചേരുന്ന പേര്. ഇനി നമുക്കിതെല്ലാം കൂടി അരച്ചെടുക്കാം. അബദ്ധം പറ്റി ഗൈസ്, അബദ്ധം പറ്റി. ഈത്തപ്പഴത്തിന്റെ കുരു കളഞ്ഞില്ലായിരുന്നു. മിക്സിയിൽ കിടന്നൊരു ടക്ക് ടക്ക് സൗണ്ട് കേട്ടപ്പോഴാണ് ഓർത്തത്. ഇനി നമുക്ക് കരണ്ടി കൊണ്ട് തോണ്ടിയെടുക്കാം. 8ന്റെ പണി കിട്ടി ഗൈസ്. കണ്ടോ, ഈത്തപ്പഴത്തിന്റെ കുരു എടുത്ത് കളയാൻ മറന്നുപോയി. എന്ന് ഞാൻ കുരു കളഞ്ഞിട്ടായിരുന്നു വെള്ളത്തിൽ ഇടുന്നത്. ഇനി കുരു എല്ലാം പറക്കിയിട്ട് കാണാം കേട്ടോ. മിക്സി ചള്ളാവഞ്ഞത് കാര്യമായി. അങ്ങനെ നമ്മളിത് 5 കുരുവും കണ്ടുപിടിക്കും ഗൈസ്. പിന്നെ കഷ്ടപ്പെട്ടാണ് 5 കുരുവും കണ്ടുപിടിച്ചത്. മണ്ടേ കയറി വന്നത്. അതിപ്പോ പാലൊഴിച്ചതാണ്. ഇനി ഒന്നും കൂടെ കൂടെ ബദാം പരിപ്പ് കടി കിടക്കുന്നവരെ നമുക്ക് അരച്ചിട്ട് കാണാം. അങ്ങനെ നമ്മളെ ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസ് ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പകർന്ന് ഒരു ഗ്ലാസ്സിലും കപ്പിലും കൂടി ഒഴിക്കാം. അല്ലുവിനും കുക്കുവിനും കൊടുക്കാൻ. ഈ കപ്പിൽ ഈ ഗ്ലാസ്സിലേക്ക് നമുക്ക് ഒഴിക്കാം. ഇങ്ങനെ നമ്മളെ ഹെൽത്തി ടേസ്റ്റി ആയിട്ട് ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ തയ്യാറാക്കി നോക്കണം കേട്ടോ. ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ സപ്പോർട്ട് തീർച്ചയായും നമുക്ക് അത്യാവശ്യമാണ് കേട്ടോ. നമ്മൾ വളർന്നു വരണമെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ബൈ.